സാധാരണയായി തലയിൽ സ്കാർ വന്ന സ്ഥലത്ത് മുടി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പല ട്രീറ്റ്മെൻറ്റും ട്രൈ ചെയ്തതിന് ശേഷം അദ്ദേഹം ഈ ഒരു കാണുന്ന ഒരാൾ ഒരു സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കാലിക്കറ്റിലൊരു സെൻറ്ററിൽ പോയി ആ ഒരു ഭാഗത്ത് 2 സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഡോക്ടറും സ്കാറിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുടി വരുമെന്ന് ഒരിക്കലും പറയുകയില്ല. അപ്പോൾ അതൊരു ഫേക്ക് ആവാനാണ് സാധ്യത കൂടുതൽ. ബ്ലഡിൽ നിന്ന് എടുത്തിട്ടാണ് സ്റ്റെം സെൽ എന്ന് പറയുന്നത്. സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ എത്രത്തോളം അതിന് സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലൊന്നും ഗൈഡ് ലൈൻസുകളൊക്കെ ഉണ്ട്. അത് അംഗീകാരം കിട്ടിയിട്ടില്ല. പിന്നെ സ്റ്റെം സെൽ കുറേ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാമെന്നല്ലാതെ ഒരു തീരെ റൂട്ടോ ഹെയറോ ഒന്നും ഇല്ലാത്ത ഒരു പാറപ്പുറത്ത് നിന്നും മറ്റേ ചെടി വരുന്നത് പോലെ സ്കാറിൽ നിന്ന് മുടി വരാവുന്ന രീതിയിലുള്ള ഒരു പിൻബലവും ഇല്ലാത്ത രീതിയിലുള്ള സയൻറ്റിഫിക് ബേസിസ് ഇല്ലാത്ത രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് അദ്ദേഹം പോവുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, സ്കാറാണ്, മുടി വരാൻ ബുദ്ധിമുട്ടാണ്, നമ്മൾ സാധാരണ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനേക്കാൾ ഡെൻസിറ്റി കുറച്ചിട്ടേ ചെയ്യുകയുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ PRP ലേസർ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് സ്കാറിനെ പുനരുജ്ജീവിപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ആ രീതിയിൽ ഇവിടെ മുടി വെച്ച് പിടിപ്പിക്കുകയാണ് ഉണ്ടായത്. മുടി വെച്ചതിൻ്റെ പേരിൽ ആ മുടി കിളിർക്കാതിരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. പക്ഷേ എനിവേ ദാറ്റ്സ് എ സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ്, അതാണ് ജെന്യുവൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അദ്ദേഹത്തിന് ഏകദേശം 1 വർഷം ആകുമ്പോഴേക്ക് അത് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഒരു ഡെൻസിറ്റിയിൽ വേണമെങ്കിൽ ഒന്നും കൂടി ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കാര്യം നടന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ട്രീറ്റ്മെൻറ്റ് മതിയാക്കുകയും അവർക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ ഒരു കിട്ടാത്ത ഒരു റിസൾട്ട് വരാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പല ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പല ചതിക്കുഴികളിൽ വീഴാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഡോക്ടറുടെ ക്രെഡൻഷ്യൽസ് നോക്കുക, പറയുന്ന കാര്യങ്ങളുടെ സയൻറ്റിഫിക് ബേസിസ് നോക്കുക, എന്നിട്ട് മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക.